ഫോട്ടോ കുറച്ചുകൂടെ കളർഫുൾ ആക്കായിരുന്നു കേട്ടോ. അതെ, ഞാനൊന്നിങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കാനുള്ളതായി. അത് അത് ശരി, കുറച്ചുകൂടെ ഒരു ഇത് വന്നേ അല്ലേ? കുഴപ്പമില്ല, അത് യോഗം നടക്കുമ്പോൾ ഞാൻ നല്ലപോലെ തൊഴാം. അതാര് കിട്ടിയത് ആ ഫോട്ടോ? ആ പോസ്റ്റിൽ ആര് ഫോട്ടോ വെച്ച് കിട്ടിയത്? ഞാൻ തന്നെ. നീ കെട്ടിയാണെങ്കിൽ അതിന് ചരിവുണ്ട്. അത് ഇങ്ങനെ ഇത് കണ്ട, ഇത് കറക്റ്റാണ്. ഈ ഫോട്ടോ ഇരിക്കും പോലെ തന്നെ അതും ഇരിക്കണം, അത് ചരിഞ്ഞിരിക്കണല്ലോ. കറക്റ്റ് കറക്റ്റ്. കറക്റ്റ്. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യണം. അത് നീയല്ലേ? ഇതൊക്കെ ഇങ്ങനെയാണോ ഇരിക്കേണ്ടത്? ആരെങ്കിലും കണ്ട ചരിഞ്ഞു പോയാലിയാ അത് അങ്ങനെ അല്ലല്ലോ. ഇപ്പൊ നേരെ ആയില്ലേ? അത് ഇതുമായിട്ട് കറക്റ്റായി. അല്ല, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, അല്ല എന്ത് വിശദീകരണമാണ് അവിടെ നടത്താൻ പോകുന്നത്? കല്യാണം. എടാ, രാഷ്ട്രീയം എഴുതി വെച്ചിട്ടുണ്ടോ? രാഷ്ട്രീയ വിശദീകരണ യോഗം. നീ ബംഗാളി ഒന്നും അല്ലല്ലോ? ഞാൻ തനി മലയാളിയാണ്. ആണല്ലോ. ഇത് എഴുതിയിരിക്കുന്നത് മലയാളമാണ്. വായിക്കാറിയെങ്കിൽ വായിച്ചു നോക്ക്. രാഷ്ട്രീയ വിശദീകരണം വായിക്കാനൊക്കെ അറിയാം. ഇതൊക്കെ ഈ ഇലക്ട്രിക്കൽ പോസ്റ്റിൽ വെക്കാൻ പാടുണ്ടോ? അത് ചോദിക്കാൻ താൻ ആരാണ്? ഞാൻ ആരായിക്കോട്ടെ, ഇത് വെക്കാൻ പാടുണ്ടോ? പാടുണ്ട്, ഒരുപാട് പാടുണ്ട്. ഇത് ഞങ്ങൾ ഏണി വെച്ച് കയറി ഒരു രണ്ടാളും കൂടെ ആ പോസ്റ്റിൽ ഒരുപാട് പാടുണ്ട്. ഇത് വെക്കാൻ പെട്ടെന്നൊന്നും അങ്ങനെ വെക്കാൻ പറ്റൂല. ഇത് മര്യാദയ്ക്ക് എടുത്ത കാലത്താണ്, അല്ല എന്റെ സ്വഭാവം മാർക്കട്ടെ. ഇതൊന്നും വെക്കാൻ പാടില്ല. ഇതൊക്കെ നിയമമുള്ളതാണ്. ഞാൻ ആരോട്ട് ഇതൊക്കെ നിയമമുള്ളതെന്ന്? നിയമത്തിന്റെ ആളാണ്. നിയമത്തിന്റെ ആളാണ്. ഇതൊക്കെ കോടതി പറഞ്ഞിട്ടുണ്ട് ഇത് വെക്കാൻ പാടില്ലെന്ന്. മനസ്സിലായോ? നിന്നോട് പറഞ്ഞിരുന്നോ? ചിലപ്പോ എന്റെ അടുത്ത് പറയാം, എന്റെ അമ്മയുടെ അടുത്ത് പറയാം, ചിലപ്പോ എന്റെ അച്ഛന്റെ അടുത്ത് പറയാം. നീ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഇവിടെ വന്ന് ഞങ്ങളുടെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട കേട്ടോ. മര്യാദയ്ക്ക് എടുത്ത കാലത്താണ് എന്റെ സ്വഭാവം മാറും. നീ നിയമമൊന്നും പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട കേട്ടാ. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാവോ? നീ ആരായിക്കോട്ടെ, നീ എന്തിനാ നീ എന്നെ വരട്ടുന്ന? നീ ആരാ? ഞാൻ ആരാ? ഞാൻ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തനാണ്. അവനെ ആരെയും എനിക്കെന്താ ഈ നിൽക്കുന്ന പിള്ളേരെല്ലാം ഇവിടെ നിന്റെ വീട് കയറി ഇറങ്ങും. പിന്നെ കളിക്കുന്നു. നമസ്കാരം. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫേസ്ബുക്കിൽ ലൈവ് വരുന്നത്. ഈ സംഭവങ്ങൾ കണ്ടോ? ഇതൊക്കെ നാട്ടിന് അനീതിയായിട്ട് കാണിക്കുന്നത്. ഇതൊരു രാഷ്ട്രീയക്കാരനാണ്, ഒരു തുക്കട രാഷ്ട്രീയക്കാരനാണ്. അവൻ നമ്മുടെ ഇലക്ട്രിക്കൽ പോസ്റ്റിൽ, അതായത് കോടതിയിൽ നിയമം ലംഘിച്ചുകൊണ്ട് ഇയാളാണ് നിയമം ലംഘിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിനെ, ഇവനൊക്കെ വല്ല രാഷ്ട്രീയക്കാരും മന്ത്രിയായ നമ്മുടെ നാടിന്റെ അവസ്ഥ നിങ്ങൾ എല്ലാവരും പ്രതികരിക്കണം. നിങ്ങൾ ഷെയർ, മാക്സിമം ഷെയർ. ഞാനിത് വെറുതെ ഈ വഴി നടന്നു പോയപ്പോൾ ഒന്ന് ചോദിച്ചു പോയി, ഇതിൽ വെക്കാൻ പാടില്ല, കോടതി നിയമം ലംഘിച്ച് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ഇവനൊക്കെ എന്നെ അടിച്ചു പോയി. ഇവരൊന്ന് വെറുതെ വിടരുത്. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഇതുപോലെ രാഷ്ട്രീയക്കാരന്മാരെയും രാഷ്ട്രീയ പാർട്ടികളെയും നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കണം. എല്ലാം തുറച്ച് തീക്കണം. ഉണരൂ പ്ലീസ്. വീഡിയോ പിടുത്തം ഇതൊക്കെ മൊബൈലിൽ എടുത്തോണ്ട് എന്താ ചെയ്യണ? എന്റെ ആളിയാ, ഇവനെ ഈ അടുത്തായിരിക്കും വല്ല രണ്ട് കിട്ടിയത്. അത് ഓർത്ത് വെക്കാൻ വേണ്ടിട്ട് എടുത്ത് വെച്ചതായിരിക്കും. ഇല്ലെങ്കിൽ അവൻ വീട്ടിൽ കൊണ്ട് എല്ലാരെയും കാണിക്കാനായിരിക്കും. എന്റെ വിധം മാറിയോണ്ടല്ലോ അവനെ ഞാൻ ഇതിൽ ഒരെണ്ണം കൂടെ വേടാ. ഇതിൽ ഒരെണ്ണം കൂടെ വേടാ. ഇതിൽ ഒരെണ്ണം കൂടെ വെക്കാം. അപ്പുറത്ത് വെക്കടാ, അപ്പുറത്തെ സൈഡ് വേടാ. അവിടെ വേടാ, അപ്പുറത്ത് വേടാ. പറഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞെത്തി. പക്ഷേ ഇപ്രാവശ്യത്തെ ലോക്സഭ ഇലക്ഷനിൽ എങ്ങനെ പോയാലും നമ്മളെ പാർട്ടി ഒരു 10,000 വോട്ട് കൂടുതൽ പിടിക്കും. എനിക്കൊരു പ്രതീക്ഷയില്ല. നമ്മൾ ഇതും പറഞ്ഞുകൊണ്ട് ഇവിടെ കയറി ഇരുന്നിട്ട് കാര്യമില്ല. അങ്ങോട്ട് പുറത്തിറങ്ങി പ്രവർത്തിക്കണം. നമ്മളിപ്പോ എന്ത് പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്? നീ പ്രവർത്തനത്തെ കുറിച്ചൊന്നും നീ എന്നെ പഠിപ്പിക്കരുതേ കേട്ടാ. നിന്നെക്കാളും കുറെ ഇലക്ഷൻ കൂടുതൽ ഉണ്ടവനാണ് ഈ ഞാൻ. ഇലക്ഷൻ അല്ലല്ലോ, ഓണമല്ലേ നമ്മൾ ഉണ്ണുന്നത്. എടാ പോട്ടാ, അത് രണ്ടും ഒന്ന് തന്നെ. എടാ, ഓണം എല്ലാ വർഷവും ഉണ്ണുന്നതാണ്. പക്ഷേ ഇലക്ഷൻ 5 കൊല്ലത്തിൽ ഒരിക്കലുള്ള അല്ല മണ്ട. അതവൻ പറഞ്ഞ കാര്യമുണ്ട്. ആ വിവരം പോലും നിനക്കില്ല. എന്നിട്ട് നീയാണ് ഇനിയിപ്പോ നമ്മളെ പഠിപ്പിക്കാൻ വന്നത്. ഞാൻ അതല്ല പറഞ്ഞു. എനിക്ക് പ്രധാനമന്ത്രിയാവുന്ന കാര്യം നിന്നെ ആക്കാം. നമസ്കാരം പ്രസിഡന്റ്. ഓ, പാർട്ടി ഓഫീസിലുണ്ട്. വീഡിയോ നോക്കാം. വിളിക്കാം, നോക്കിയിട്ട് വിളിക്കാം. പ്രസിഡന്റ്, എൻ്റെ എന്തോ വീഡിയോ എന്തോ ഈ ഫേസ്ബുക്കിൽ ഇറങ്ങിക്കണം. ആരുമായിട്ടാണ് നേതാവേ? ഹോട്ടലിൽ വെച്ചാണോ റിസോർട്ടിൽ വെച്ചാണോ? ഞാനൊക്കെ ഒരു കുടുംബമുള്ള, നീ അതെങ്കിലും ഓർക്കണമായിരുന്നു കേട്ടാ. നീയൊക്കെ എന്തോന്നല്ലേ പറയണത്?
കാളെ പറ്റുന്ന കേട്ടോ ഉടനെ അങ്ങ് ചങ്ങലയും പിടിച്ചോണം ഇറങ്ങിയോ നോക്കട്ടെ. പ്രിയമുള്ളവരെ നമസ്കാരം. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫേസ്ബുക്കിൽ ലൈവ് വരുന്നത്. ഈ സംഭവങ്ങൾ കണ്ടോ? ഇതൊക്കെ നാട്ടിന് അനീതിയായിട്ട് കാണിക്കുന്നത് ഇതൊരു രാഷ്ട്രീയക്കാരനാണ്, ഒരു തുക്കട രാഷ്ട്രീയക്കാരനാണ്. അവൻ നമ്മുടെ ഇലക്ട്രിക്കൽ മറ്റേ അലവലാതിയില്ലേ നമ്മുടെ വഴിയിലേക്ക് ഇപ്പോൾ വഴക്കൂടിയ ആ വീഡിയോ ഫേസ്ബുക്കിൽ നിയമം ലംഘിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിനെ ഇവനൊക്കെ നല്ല രാഷ്ട്രീയക്കാരെ വല്ല മന്ത്രിയായ നമ്മുടെ നാടിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ എല്ലാവരും പ്രതികരിക്കണം. നിങ്ങൾ ഇത് മനഃപൂർവ്വം എന്നെ തകർക്കാൻ വേണ്ടി വന്ന പോലെ തോന്നുന്നു. വെറുതെ ഈ വഴി നടന്നു പോയപ്പോൾ ഇതെടുത്ത് ഇതിനകത്തൊക്കെ ഇടേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്ക് എന്നെ അടിച്ചു പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പ്രസിഡന്റ് അതാണ് സംസാരത്തിൽ ഇത്തിരി ഗൗരവം ഉണ്ടായിരുന്നു എനിക്ക് തോന്നി. ഇത് നിങ്ങൾ ഇന്ന് ശ്രദ്ധിക്കണം. എല്ലാം പുറത്ത് നീക്കണം. ഒന്ന് ഉണരും. ചെയ്യാൻ അയ്യോ ദേ കേന്ദ്രത്തിൽ സഹായി എടുക്കണോ? എടുത്തിട്ട് ഞാൻ ഇല്ലാന്ന് പറ. നമസ്തേ സാബ്. ഓ അധികം ഇല്ലടിയതേ. ആ നോക്കിയേ ക്ലീറ്റോച്ചന്റെ ഒരു വീഡിയോ വന്നേക്കണ്. നോക്ക്. പ്രിയമുള്ളവരെ നമസ്കാരം. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഫേസ്ബുക്കിൽ ലൈവ് വരുന്നത്. ഈ സംഭവങ്ങൾ കണ്ടോ? ഇതൊക്കെ ക്ലീറ്റോച്ചേട്ടന് ഒരു പണിയില്ല, ഓരോ ദിവസം ഓരോ ഗുലുമാൽ ഉണ്ടാക്കി വെക്കും. രാഷ്ട്രീയക്കാരൻ. അവൻ നമ്മുടെ ഇലക്ട്രിക്കൽ പോസ്റ്റിൽ അതെന്തിനൊക്കെ ആവശ്യമില്ലാത്തടത്തൊക്കെ ഈ പോസ്റ്റ് കെട്ടി തൂക്കണേ. നിയമം ലംഘിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിനെ ഇവനൊക്കെ വല്ല രാഷ്ട്രീയക്കാരെ വല്ല മന്ത്രിയായ നമ്മുടെ നാടിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ എല്ലാവരും പ്രതികരിക്കണം. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ഇത് നാലാളാണ് വില പോവല്ലോ. ഇതിനകത്ത് ക്ലീറ്റോ നിരപരാധിയായിരിക്കും കേട്ടോ. നിരപരാധിയായിട്ടാണ് നോട്ടിക്കണം. പിന്നെ അവന്റെ പോസ്റ്റ് വേറെ ആരെങ്കിലും കൊടുത്തു അറിയാൻ പാടില്ലായിരിക്കും. പിന്നെ കൊച്ചു കൊച്ചല്ലേ ഒന്നും അറിയാം. ആരാ വിട്ടേക്കണത്? അതല്ലേ അറിയാം. അറിയാൻ പറ്റത്തില്ല, അതിങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്നതല്ലേ. അപ്പൊ ഇവന് ഈ കുറ്റം പറയണവന്റെ ശബ്ദം അല്ലാണ്ട് അവന്റെ മോന്ത കാണാനില്ലല്ലോ. അവന്റെ മുഖം ഞാനാണ് കാണിച്ചിട്ടുള്ളത്. പോകുന്ന അതല്ല അവൻ ആരാന്നറിയാം. കണ്ടോടാ ആരോ ചതിച്ചതാടാ പാകത്തിന്. ഇത് ഞാൻ കണ്ടായിരുന്നു. ആൽബിയോണ്ട് കാണിച്ചെന്നെ അവിടെ അല്ല, ലോകത്ത് എല്ലായിടത്തും ഇപ്പൊ കാണാം. ഭയങ്കര പ്രശസ്തനായി. എടാ ഇതാ ക്ലീറ്റോ മനഃപൂർവ്വം ചെയ്തതല്ലടാ, എങ്ങനെയോ പറ്റിപ്പോയതാ പാവത്തിന്. ആരോ ചെയ്യിച്ചതാ ക്ലീറ്റോനെ കൊണ്ട്. അവന്റെ പോസ്റ്റർ അവൻ ഒട്ടിച്ചത് അതല്ലേ നയിക്കുന്നത്. ഒരു പോസ്റ്റർ ഒട്ടിച്ചാൽ ഇപ്പൊ എന്താ കുഴപ്പം? പോസ്റ്റർ ഒട്ടിക്കേണ്ടതാണ് ഒട്ടിക്കേണ്ടത്, അല്ല ഇലക്ട്രിക്കൽ പോസ്റ്റിലെല്ലാം കൊണ്ട് ഒട്ടിക്കേണ്ടത്. അതങ്ങനെ ഒട്ടിച്ചൂടടി. എടാ ഇതിനകത്ത് ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിനക്ക്? അല്ല നീ KSEBിലല്ലേ വർക്ക് ചെയ്യണം, അപ്പൊ ഇതിനകത്ത് KSEBില് ഞാൻ KSEBിലല്ലേ വർക്ക് ചെയ്യുന്നത്, അല്ല ഫേസ്ബുക്കിലല്ലോ. ഇത് ഫേസ്ബുക്കിൽ വന്നു കഴിഞ്ഞു. ഇതിന്റെ ഏറ്റവും വലിയ ഗുണവും ദോഷവും ഇതാണ്. ഒരു വാർത്ത വന്നാൽ അപ്പ പ്രചരിക്കുന്നത്. അത് നല്ലതാണെങ്കിലും ദോഷമാണെങ്കിലും ശരി തന്നെ. അല്ലടാ അപ്പൊ ഈ ഇത് വിട്ടില്ലേ, എങ്ങനെ ഷൂട്ട് ചെയ്ത് വിട്ടില്ലേ, അവൻ ആരാണെന്നോ ഏതാണെന്നോ നമുക്ക് കണ്ടുപിടിക്കാൻ വല്ല വഴിയുണ്ട്? അത് കണ്ടുപിടിക്കാൻ പറ്റും. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അതിന്റെ ആൾക്കാർ കണ്ടുപിടിച്ചോളൂ അതിന്. അതെ, പക്ഷെ ഇതിപ്പോ അവൻ ചെയ്ത നല്ല കാര്യമല്ലേ? അതെ അല്ലേ. ഇപ്പൊ ഇവനൊരു നല്ല കാര്യമൊന്നും അല്ല. എന്ത് നല്ല നീ എന്താ പറയുന്നത്? ഇത് പ്രത്യേകിച്ചും ഈ സാധാരണക്കാരിൽ ഒരാൾ ചെയ്തത് കുഴപ്പമില്ലായിരുന്നു. ഇവൻ അറിയപ്പെടുന്ന ആളല്ലേ, രാഷ്ട്രീയക്കാരനല്ലേ, ഒരു സമൂഹം നന്മ ചെയ്യേണ്ടവനല്ലേ. അവൻ തന്നെ സമൂഹത്തിന് ഇടീ ഇങ്ങനൊരു കാര്യം എഴുതിയിട്ടുണ്ട്. സർക്കാരിന്റെ നിയമമുണ്ട്. ഇലക്ട്രിക് പോസ്റ്റിലും അങ്ങനെ എല്ലാ പാർട്ടിയും നിരോധിച്ചിരിക്കുകയാണ് ഇപ്പൊ. എല്ലാ പാർട്ടിക്കാരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇതിപ്പോ അവന്റെ പ്രതിപക്ഷത്തുള്ള ആരെങ്കിലും അവന് മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടി ചെയ്താണെങ്കിലോ? ശത്രുക്കൾ അവനെ വിളിച്ച് ബാ ക്ലീറ്റസ് നീ ഇതിന്റെ പോസ്റ്റ് ഒട്ടിക്ക്, ഞങ്ങൾ വീഡിയോ എടുക്കട്ടെന്ന് പറഞ്ഞു. ഇത് അവൻ തന്നെ ചെയ്തതാ. ഞാനല്ല സാറേ, സാറിന്റെ അച്ഛനാണ്, സാറിന്റെ അമ്മയാണ്, ഞാനല്ല. ഇത് എന്നോട് പകയുള്ള ആരോ മനഃപൂർവ്വം എന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്തതാണിത്. ഹലോ 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 പിന്നാണ് കർത്താവിനാണ് അളിയാ, ഞാനല്ല അളിയാ ഇത് ചെയ്തത്. നീ തന്നെ ചെയ്തത്. ഈ വീഡിയോ കാണുന്ന നീയല്ലേ? അളിയാ അത് ഞാൻ തന്നെ, പക്ഷെ ഇത് ചെയ്തത് ഞാനല്ല. പിന്നെ ഇതൊക്കെ എഡിറ്റിംഗ് ഇപ്പൊ ഭയങ്കര പരിപാടികളല്ലേ, ഇതിനകത്തൊക്കെ ഓരോരുത്തർ ഭയങ്കര വിദഗ്ധന്മാരുണ്ട്. നീ ഇതും പറയുന്നതിനപ്പുറം പറയും. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പാലയുടെ മത്തായുടെ വകയൊന്നുമല്ല ഇലക്ട്രിക് പോസ്റ്റ് അവിടെ കൊണ്ട് ഓടിക്കാനായിട്ട്. അതെ, നിന്റെ തന്ത ഹവീൽദാരെ വകയൊന്നുമല്ലല്ലോ ഇലക്ട്രിക് പോസ്റ്റ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ചെയ്തത്. ഞാൻ മനഃപൂർവ്വം ചെയ്തത്. ഓ എടാ, ഞാൻ അകത്ത് പോകാൻ നിന്നെ പോലെ തുക്കട ലൈൻമാൻ അല്ല, ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്.
പിന്നെ ഞങ്ങൾ രാഷ്ട്രീയക്കാർ വിചാരിച്ച ചെയ്ത പല കാര്യവും ചെയ്തില്ലേന്നാക്കാനേ അധികം സമയമൊന്നും വേണ്ട, വളരെ പുല്ലാണത്. പിന്നെ എനിക്കിട്ട് പണിയൊന്നുമില്ല ഈ വീഡിയോ എടുത്തവൻ, അവന് ഞാൻ 8ന്റെ പണി കൊടുത്തോളാം. എൻ്റെ പിള്ളേർ തയ്യാറായി നിൽപ്പുണ്ട്. അവൻ ഈ മുറ്റത്ത് 1 കോടി രൂപ നഷ്ടപരിഹാരം കൊണ്ട് വെക്കും. അതിനു മുമ്പ് നീ അകത്ത് പോകാൻ നോക്കിയോ? അകത്ത് പോകുമ്പോ ഞാൻ അളിയനെ വിളിച്ചോളാം, ജാമ്യത്തിൽ ഇറക്കാൻ കേട്ടോ. ഞാൻ വരില്ലല്ലോ. എന്തെങ്കിലും ഒരബദ്ധം വെച്ച് പോയി. സത്യം പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്കിപ്പോ പുറത്തിറങ്ങി നടക്കാൻ പറ്റണില്ല. ഓരോ നേതാക്കന്മാരും വിളിച്ച് മാറി മാറി തള്ളക്കി വിളിക്കാണ്. ജനങ്ങളെല്ലാം എന്നോട് കാണുമ്പോ ചോദിക്കണം എന്ത് വൃത്തി. അത് കുടിക്കേ. ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ എങ്ങനെയാ? എഴുന്നേറ്റേ ആരോഗ്യം പോകും. ബൂസ്റ്റ് തീർന്നു പോയി. അങ്ങനെ പറയല, ഒറ്റ വലിക്ക് കുടിച്ചാ മതി. ഇങ്ങനെ കരയല്ല, എനിക്ക് സഹിക്കാൻ പറ്റണില്ല ക്ലീറ്റോ. എന്നാലും ഒരു വീഡിയോ വന്ന് നോർത്തിപ്പോ എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമില്ല, പിന്നെ എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്റെ പാർട്ടി ഓഫീസും ഒക്കെ ഞാൻ ചെന്നാ ക്ലീറ്റോനെ ആരെങ്കിലും അവിടെ നിന്ന് ഇറക്കി വിടോ? ഇല്ലല്ലോ. എന്നെ ഇനി അങ്ങോട്ട് കേറണ്ട, ഒരു തീരുമാനമായിട്ട്. എന്റെ അമ്മാവ് എന്തെങ്കിലും ഒന്ന് പറയും ഇതിനോട്. എന്തിനങ്ങനെ ഇരുന്ന് കരയണ? അയ്യേ, നീ ഈ 2 ദിവസമായിട്ട് ഈ വീടിന്റെ അകത്ത് ഇങ്ങനെ അടച്ചിരുന്ന് കഴിഞ്ഞാൽ ഈ നാണക്കെട് മാറുമോ? അല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് ഇപ്പൊ എത്ര നാണം കെടാൻ എന്താ ഉള്ളത്? 10 പേര് അറിഞ്ഞില്ലേ ക്ലീറ്റോനെ? നല്ല കാര്യമായിട്ടാണ് അവിടെ അറിഞ്ഞ്. അതല്ലേ പാർട്ടി അവനെതിരെ നടപടി എടുത്തോണ്ടിരിക്കണത്. അറിവില്ലായ്മ കൊണ്ടല്ലേ? അറിവൊക്കെ ഉണ്ട്. എടാ നീ പതറരുത്. പല പ്രതിസന്ധികളെയും തരണം ചെയ്താലാണ് ഒരു രാഷ്ട്രീയ നേതാവിന് മുന്നോട്ട് വരാൻ പറ്റൂ. അതുപോലെ നീ കനകനോട് പറയുന്നത് കേട്ടല്ലോ, ഇത് ഞാൻ മാറ്റും, ഫോട്ടോഗ്രാഫീസ് വെച്ച് മാറ്റി ഞാനല്ലാന്നാക്കും, എന്നിട്ട് അവന്റെ കോടികൾ വാങ്ങുന്നു. അങ്ങനെ ഇറങ്ങി പുറപ്പെട്. അമ്മാവ, അതൊക്കെ ഞാൻ അപ്പോഴും ചുമ്മാ പറഞ്ഞല്ലേ കനകനെ തോപ്പിക്കാൻ വേണ്ടി. കനകൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ അവനോട് ജയിക്കാൻ വേണ്ടി പറഞ്ഞതാ. അതൊന്നും നടക്കൂല. ഇതിപ്പോ പെറ്റിടുന്ന കൊച്ചു പിള്ളേർ വരെ കാണുകയാണ് ഈ വീഡിയോ. പിന്നെ എങ്ങനെ? എന്നാ നിന്റെ പാർട്ടിയിലെ നേതാക്കന്മാരോട് പറ, ഞാനല്ല ഇത് ചെയ്തത്, എന്റെ വിരോധികൾ ചെയ്താണെന്ന് പറ. അത് എങ്ങനെ പറയും അമ്മാവ? ആ നടരാജൻ എന്ന് പറഞ്ഞ വായി നോക്കിയില്ലേ, അവൻ റോഡിലിറങ്ങിയ ആളുകളെടുത്ത് മുഴുവനും പറഞ്ഞു എനിക്ക് അബദ്ധം പറ്റിയതാണെന്ന്. എങ്ങനെ പറയും? എല്ലാ ആൾക്കാരും കാര്യമായിട്ട് എടുത്തു വെക്കും. അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം ചെയ്യും, ഈ വീട്ടിലങ്ങനെ അടച്ചിരിക്കാണ്ട ആരാണ് ഈ തെണ്ടിത്തരം കാണിച്ച് ഈ വീഡിയോ വിട്ടത് അവനെ കണ്ടെത്തിയിട്ട് അവനെ കൊണ്ട് തന്നെ എനിക്ക് തെറ്റുപറ്റിയതാണ്, ക്ലീറ്റസ് നല്ലവനാണെന്ന് പറഞ്ഞൊരു വീഡിയോ ഇറക്ക്. അപ്പൊ ഈ കണ്ടവരെന്നെ വീണ്ടും അതും കാണും, നീ വീണ്ടും ഫേമസ് ആവും. ഇതിപ്പോ ഒരാളൊന്നും അല്ല അമ്മാവ, എന്റെ പാർട്ടിയിലുള്ള കുറച്ചുപേരുണ്ട് എന്നോട് അസൂയുള്ള. അവൻ ഒരു ഗ്രൂപ്പ് ചേർന്നിട്ട് എനിക്കെതിരെ ഇത് ആളിറക്കിയതാ. അവൻ ഇറക്കുമതിയാണ്. അവനെ ഇന്നേ വരെ ഇവിടെ കണ്ടിട്ടില്ല. എനിക്കറിയാം ഇത് എന്നെ തോപ്പിക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ നീയും ഒരു രാഷ്ട്രീയക്കാരനല്ലടാ. നിനക്കെതിരെ ഒരു ഗ്രൂപ്പ് ഉണ്ടായെങ്കിൽ ആ പാർട്ടിയിൽ തന്നെ നീ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്ക്. ഇപ്പൊ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇറങ്ങിയാലാണ് നേതാവാൻ പറ്റൂ. അതിന് 4 പേരല്ലേ എന്റെ കൂടെ ഉള്ളൂ. ആകെ 4-3 ഏടല്ലേ ഉള്ളൂ. അതിൽ 4 പേരും എന്റെ കൂടെ അല്ലേ. അപ്പൊ നീ എന്നെ വലിയ ഇപ്പൊ പാർട്ടി പറഞ്ഞേക്കണ എന്താണെന്നറിയാമോ? ഇതിനെതിരെ എന്തെങ്കിലും നിയമ നടപടി വന്നാ പാർട്ടി ഒന്നിലും ഇടപെടൂല, ഇഷ്ടം പോലെ ആയിക്കോളാം. ഇത്ര നാള് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഞാൻ ഇപ്പൊ അങ്ങനൊന്നും വരില്ല. എന്നാൽ ഈ വീഡിയോ ഇറക്കിയ തെണ്ടീനിപ്പോ എങ്ങനെ ഒന്ന് കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല മാവ. 10 തലയുള്ള രാവണനില്ലേ, ഈ രാവണനെ മുട്ടുകുത്തിക്കാൻ പുതിയ മാർഗം കണ്ടെത്തിയതാ ഈ ഇറക്കുമതി. എനിക്കറിയാം. എന്നാ പിന്നെ അത് രാമനായിരിക്കാനാ വഴി, അല്ലാണ്ട് രാവണനെ തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ. അമ്മാവ ശവത്തി കുത്താൻ വന്നതാണ്. ചീത്ത വിളിക്കാതോ നേതാവ് വിളിക്കുന്നതായിരിക്കും. എന്റെ ജീവിതം പോയി. എടാ നീയൊക്കെ പാർട്ടിക്ക് വേണ്ടി ഈ ശുഷ്കാന്തി കാണിക്കാത്തത്, ഒരു മീറ്റിംഗ് വരുമ്പോൾ 10 ആളെ അറിയിക്കാത്തത്, അല്ലെങ്കിൽ പിന്നെ ഒരു സമ്മേളനം നടക്കണം അതിന്റെ വിവരങ്ങൾ 10 പേരെടുത്ത് പറയാത്തത്.
ഞാൻ ഇങ്ങനെ ഒരു അറിയാതെ ഒരു സംഭവം ചെയ്തപ്പോൾ ഇനി നീയൊക്കെ അറിയിക്കാൻ ഒരു മനുഷ്യനുമില്ല. ഞാൻ അറിഞ്ഞു. എന്റെ അളിയെ ഞാൻ ആരെടുത്തും പറഞ്ഞിട്ടില്ല. പോവാ. ഞാൻ മുത്തുലക്ഷ്മി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മതി മതി, ഇനി എന്തിനാ അധികം പറയണ്ട? നീ ഒരു പെണ്ണിനോട് പറഞ്ഞല്ലോ, മതി, അത് തന്നെ ധാരാളം. അതെ, ഇവിടെ വന്നിരുന്ന് പ്രഹസനമൊന്നും കാണിക്കണ്ട. അത് കാണാനല്ല, ആ വീഡിയോ പിടിച്ചോന്റെ വിവരം വല്ലതും കിട്ടിയോ? അളിയാ വിവരമൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ തപ്പുന്നുണ്ട്. കിട്ടും. കിട്ടും, തപ്പിക്കൊണ്ടിരുന്നാ മതി. നിങ്ങൾ പോ, വയ്ക്കോ. പോട്ടാ. അയ്യോ, ഒന്ന് പോയി തരുമോ നടരാജ? സ്വസ്ഥമായിട്ടൊന്ന് വിഷമിക്കാനും സമ്മതിക്കൂലേ അമ്മ? ഓടി ഓടി വന്ന അതും കൊണ്ടുവരാൻ ക്ലീറ്റ വെട്ടട്ടെ. ഇവനാണ് എന്റെ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ. ഇതാണെന്നറിയാമോ? ഇത് അസീസ് എന്നോട് ആലപ്പുഴ ഉണ്ടായിരുന്ന ഇപ്പൊ ട്രാൻസ്ഫർ ആയി കൊടുത്തേക്കാ നമ്മുടെ ഫാസിലിന് പകരം. അളിതാരല്ലേ? ഇതെന്റെ ആളി, എന്റെ പെങ്ങളെ ഭർത്താവ്. ഇത്രയും വിവരമില്ലാത്തവനാളിയാ നിന്റെ കാര്യം എന്ത്? എന്റെ പൊന്നു പെങ്ങളെ ഈ കാലമാടനോട് എങ്ങനെ ജീവിക്കുന്നത്? എന്താ സംഭവിച്ചാ? എന്റെ ആളിയാ, ഞാൻ ഇന്നലെ വന്നു കോട്ടേഴ്സിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി റോട്ടിൽ ഇറങ്ങി. അപ്പൊ നമ്മൾ ഇലക്ട്രിക് പോസ്റ്റിൽ നമ്മൾ ജോലി ചെയ്ത് നമ്മൾ അന്നം ആ പോസ്റ്റിൽ ഇപ്പൊ പാർട്ടിയുടെ എന്തോ പരിപാടിയുടെ ഫ്ലെക്സ് കൊണ്ട് ഒട്ടിക്കാൻ പോകും. ഒട്ടിച്ചാ നീ അങ്ങ് വീഡിയോ എടുത്ത് ആൾക്കാരെ കാണിക്കുമല്ലോ. ഞാൻ കാണിക്കും. ഞാൻ അവന്റെ കാല് പിടിച്ചാൽ ഒട്ടിക്കല്ലേ ഒട്ടിക്കല്ലേ ഒട്ടിക്കല്ലേ. എന്നിട്ട് അവൻ തരും അഹങ്കാരം എന്നെ അടിക്കാൻ വേണ്ടി വന്നു. ഞാൻ ഷൂട്ട് ചെയ്താൽ ഫേസ്ബുക്കിൽ ഇട്ടു കൊടുത്തു. നീ നോവിച്ച് കിടന്ന് മൂർഖ പാപ്പനാണ്. ഓ എന്നാ പോടാ. നീ ഇവിടെ അധികാരം ജോലി ചെയ്യണം. നിന്റെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ മുഴുവൻ ഞാൻ ഫ്ലെക്സ് ഒട്ടിക്കും. ആണോ? നീ വാ എർത്തേരുന്നു നിനക്ക്. അസീസ് ചുമ്മാ ഇരി. നീ വിളിച്ചോളൂ, വിളി. എന്റെ അളിയനായപ്പോ ആള് പാവം തോന്നുന്നില്ലേ? ആള് പാവം, രണ്ടടിയിൽ കുറവുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ വേണ്ടായിരുന്നു. നീ ഇത് ഫേസ്ബുക്കിൽ കിട്ടുന്നത് പിടിച്ചാൽ കിട്ടുന്ന കാര്യമാണ് അത്. അല്ല എന്നിട്ട് ഞാൻ അത് വെക്കാൻ പോയപ്പോ എന്റെ അടുത്ത് പറയണം നിന്നെ പോലുള്ളവന്മാരെ എനിക്ക് ദേഷ്യം എന്റെ അടുത്ത് ദേഷ്യം പറയാൻ അത് സ്ഥിരമുള്ളതാണ്. ഇവിടെ ആരും വന്നാലും വാഴൂലളിയാ. എന്റെ കൂട്ടുകാരന്മാർ ആരും വന്നാലും മുടക്കാം. നേരത്തെ ഫാസിലില്ലായിരുന്ന നമ്മളെ പഴയ ഫാസിൽ ഇപ്പൊ ആലപ്പുഴ പോയില്ലേ, അവനോട് ഡെയിലി ഉടക്കായിരുന്നു. എന്റെ അളിയന്റെ പറ ആ ഫാസിലല്ല ഞാനെന്ന്. അവനെ തേച്ച് ഒട്ടിക്കും ഞാൻ. അളിയൻ കുളിയൻ ആലപ്പുഴക്കാരനാണ്, വെട്ടി പിരിത്തളയും പറ അവനെ കേട്ടാ. പിന്നെ അല്ലാതെ മനുഷ്യന്മാരെങ്ങനെ ഉപദ്രവിക്കണോ? അത് പോട്ടെ, കുറച്ച് ലഡു എല്ലാം പൊട്ടിപ്പോയി, കലക്കി കുടിക്കാം. ഹലോ